പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് ചൈനയുമായി ആശയവിനിമയം നടത്താൻ ഇന്ത്യ തയ്യാറെന്ന അജിത് ഡോവൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയുമായി പ്രായോഗികമായ രീതിയിൽ ഫലപ്രദമായ ആശയവിനിമയം നടത്താൻ ഇന്ത്യ തയ്യാറാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞു. ബെയ്ജിംഗിൽ നടന്ന ഇന്ത്യയുടെയും ചൈനയുടെയും പ്രത്യേക പ്രതിനിധികളുടെ 23ാമത് യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇരുപക്ഷത്തിന്റെയും സംയുക്ത പരിശ്രമത്തിലൂടെ അതിർത്തി മേഖലയിലെ പ്രസക്തമായ പ്രശ്നങ്ങൾ ശരിയായി പരിഹരിച്ചു. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിർത്തി പ്രശ്നത്തിന്റെ അന്തിമ പരിഹാരമാണ് ലക്ഷ്യമെന്നും ഡോവൽ പറഞ്ഞു. അടുത്ത വർഷം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75ാം വാർഷികത്തിന് തുടക്കമാകും. ലോകത്തിലെ 2 പ്രധാന വികസ്വര രാജ്യങ്ങൾ, വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ പ്രതിനിധികൾ, ആഗോള ദക്ഷിണേന്ത്യയിലെ പ്രധാന അംഗങ്ങൾ എന്നീ നിലകളിൽ ചൈന-ഇന്ത്യ ബന്ധങ്ങളുടെ ആരോഗ്യകരവും സുസ്ഥിരവുമായ വികസനം 2 രാജ്യങ്ങളിലെയും 2.8 ബില്യണിലധികം ആളുകളുടെ അടിസ്ഥാന താൽപര്യങ്ങൾക്ക് അനുസൃതമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 രാഷ്ട്രീയ മാർഗനിർദ്ദേശ തത്വങ്ങൾക്കനുസൃതമായി അതിർത്തി പ്രശ്നത്തിന് ന്യായമായതും യുക്തിസഹവും പരസ്പര സ്വീകാര്യവുമായ പരിഹാര പാക്കേജ് തേടുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UAE സമ്പദ് വ്യവസ്ഥ 2025 5% വളർച്ച കൈവരിക്കുമെന്ന റിപ്പോർട്ട്. എണ്ണ ഇതര മേഖലയിൽ നിന്നുള്ള മികച്ച പ്രകടനം വളർച്ചാ നിരക്ക് ഉയരാൻ കാരണമായി. UAEയുടെ GDP വളർച്ചാ നിരക്ക് 2025 5% ഉയരുമെന്ന റിപ്പോർട്ട്. വിനോദസഞ്ചാരം, നിർമ്മാണം, ഉൽപ്പാദനം, സാമ്പത്തിക സേവന മേഖലകൾ എന്നിവ ശക്തമായ വളർച്ച നേടിയിട്ടുണ്ട്. UAEയുടെ ഉയർന്ന ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം, ഹൈഡ്രോ കാർബൺ എന്നിവയിലൂടെ GDP വളർച്ചാ നിരക്ക് ഇനിയും ഉയരുമെന്നാണ് സൂചന. എണ്ണവില വർധനയിലൂടെ അധിക വരുമാനം, ആദായ നികുതി എന്നിവ ഉൾപ്പെടെയുള്ള വരുമാനവും കൂടി. സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികളിൽ ധാരാളം നിക്ഷേപാവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ, സുരക്ഷിതമായ സ്ഥലം എന്ന ഖ്യാതി എന്നിവ വളർച്ചയ്ക്കും വാടക വർദ്ധിക്കാനും കാരണമായി. ഇത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദി ടൂറിസം മേഖലയിൽ സ്വദേശി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു. 1,00,000-ലധികം സ്വദേശികളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. 2024 രണ്ടാം പാദത്തിൽ സൗദി അറേബ്യയുടെ ടൂറിസം മേഖല സ്ഥിരമായ വേഗതയിൽ തൊഴിലവസരങ്ങൾ ചേർത്തു. തൊഴിൽ ശക്തി വർഷം തോറും 5.1% വർദ്ധിച്ച് 9,59,175 ഔദ്യോഗിക ഡാറ്റ കാണിക്കുന്നു. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ മേഖലയിലെ തൊഴിലാളികൾ ഈ പാദത്തിൽ 1.57% ഉയർന്നു. മൊത്തം ജനസംഖ്യയുടെ 25.6% സൗദികളാണ്. ജൂൺ അവസാനത്തോടെ 2,45,905 സ്വദേശികൾ വിനോദസഞ്ചാര മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രവാസികളുടെ എണ്ണം 7,13,270 സൗദി വിഷൻ 2030 ലക്ഷ്യമിടുന്നത് ദശാബ്ദത്തിന്റെ അവസാനത്തോടെ 150 ദശലക്ഷം വാർഷിക സന്ദർശകരെ ആകർഷിക്കാനാണ്. ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി മാറാനുള്ള രാജ്യത്തിന്റെ അതിവേഗ പരിവർത്തനത്തെ ഈ വർധനവ് എടുത്തുകാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ പ്രതിരോധ നിർമ്മാതാക്കളായ US-ലെ RDX കോർപ്പറേഷനിൽ ഇന്ത്യക്കാർക്ക് തൊഴിലവസരം. 3 വർഷത്തിനുള്ളിൽ ഇന്ത്യക്കാരുടെ എണ്ണം 14% വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. US എയ്റോസ്പേസ് ഡിഫൻസ് ഭീമൻ RTX കോർപ്പറേഷൻ 2027ഓടെ 1000 ഇന്ത്യക്കാരെ കൂടി നിയമിക്കാൻ പദ്ധതിയിടുന്നു. ഇന്ത്യയിലെ 7000 തൊഴിലാളികളാണ് നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നത്. അടുത്ത 12 മുതൽ 18 മാസത്തിനുള്ളിൽ എയർക്രാഫ്റ്റ് എഞ്ചിൻ നിർമ്മാതാക്കളായ പ്രാറ്റ് ആൻഡ് വിറ്റ്നിക്ക് വേണ്ടി ഏകദേശം 300 എഞ്ചിനീയർമാരെ ജോലിക്കെടുക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ എയ്റോസ്പേസ് വിതരണക്കാരായ കോളിൻസ് എയ്റോസ്പേസിൽ 700 പേരെയും ഉൾപ്പെടെ RTXന്റെ യൂണിറ്റിലുടനീളം തൊഴിലാളികളെ നിയമിക്കും. എയർബസ്, റോൾസ് റോയ്സ് ഹോൾഡിംഗ്സ്, ലോക്ഹീഡ് മാർട്ടിൻ തുടങ്ങിയ ആഗോള എയ്റോസ്പേസ് പ്രതിരോധ സ്ഥാപനങ്ങൾക്കും ഇന്ത്യയിൽ സാങ്കേതികവിദ്യയും എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളുമുണ്ട്. ഈ യൂണിറ്റുകൾ ആഗോള ശേഷി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇൻഡിഗോയുടെ അബുദാബി കോഴിക്കോട് വിമാന സർവീസ് ഈ മാസം 21 മുതൽ. ശൈത്യകാല അവധിയും ക്രിസ്മസും പ്രമാണിച്ച് നാട്ടിലേക്ക് തിരിക്കുന്ന പ്രവാസികൾക്ക് പുതിയ സർവീസ് ഉപകാരപ്രദമാകും. അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ഇൻഡിഗോ വീണ്ടും ആരംഭിക്കുന്നു. ഈ മാസം 21 മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. ജനുവരി 16 വരെയാണ് നിലവിൽ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് യാത്രക്കാരുണ്ടായാൽ ഈ സർവീസ് തുടരാൻ സാധ്യതയുണ്ട്.
കോഴിക്കോട്ട് നിന്ന് അബുദാബിയിലേക്ക് 467 ദിർഹവും അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 391 ദിർഹവുമാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നിലവിൽ ഇൻഡിഗോ സർവീസ് നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.